ചേച്ചി ഞാൻ പറഞ്ഞുതരാം. അതായത് ചേച്ചി ഇതിന് ചില നിയമങ്ങളുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ പൊന്നുമോനെ അതൊന്നും പറഞ്ഞ എന്റെ തല കയറത്തില്ല. ഈ അമ്പയത്ത് പോലെ വല്ലതും ആണോ? ആ ഏറെക്കുറെ. ആ എന്നാ ഞാൻ വിസിലുണ്ടോ? വിസിലൊന്നുമില്ല. ഇവൻ എന്തോ കാര്യമായ ഫ്രോഡ് കാണിച്ചിട്ടാണ് ഇവൻ ജയിക്കുന്നത്. എനിക്ക് നല്ല സംശയമുണ്ട്. ചേച്ചി അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പോടാ, ഞാൻ കളിച്ച് തന്നെയാണ് ജയിക്കണത്. മനുഷ്യ കന്നഡ പോലും ഇല്ലാണ്ട് കഷ്ടപ്പെട്ടറിഞ്ഞ് ചേച്ചി ഇവിടെ നിന്ന് ഇവനെ ശ്രദ്ധിക്കും. ഇവനെന്തോ കാര്യമായ ഉടായ്പ കാണിച്ചിട്ടാണ് കൊള്ളിക്കുന്നത്. എനിക്ക് നല്ല സംശയമുണ്ട്. പോയി കന്നഡ എടുത്തോണ്ടാ. ഞാൻ കൊണ്ടുവരാം. ചേച്ചി നോക്കിക്കോളട്ടെ. എന്താ അയ്യോ സാമാനല്ലോ അടിപൊളിയല്ലോടാ. നടുക്കാ കൊള്ളുന്നത്. നിനക്ക് കളിച്ച് തോറ്റ് മതിയായില്ലയോ? എന്നാ എന്റെ കണ്ണട എന്നാ അത് ഇട്ടോണ്ട് വിളിച്ചു. ഇനിയിപ്പോ അതിന്റെ ഒരു കുറവുണ്ട്. കാണാൻ കൂടെ തുടങ്ങിയ ഒരു വിഷയം ഉണ്ടാവില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്തോ. ചെറുതായിട്ട് മിസ്സായി പോയി. ഈശ്വര കൊള്ളല്ലേ. പോയി അറിയാതെ ഒന്നിനോടെ കൊണ്ടപ്പോ അവൻ്റെ ഒരു അഹങ്കാരം നോക്കടാ. പൂക്ക് നോക്കോ. നിന്റെ ഫ്ലൂക്ക്. ഇതാണ് യഥാർത്ഥ വിജയം. എടാ ഇത് കണ്ട സോഫ്റ്റ്വെയറുകളെ പറ്റിച്ച് കളി ജയിക്കുന്നവരല്ല, മനസ്സിലായ? കടുവറക്കാനെ ചീനിച്ചട്ടി വെച്ചായിരുന്നു. മോൻ പ്രാക്ടീസ് ചെയ്യൂ. ഓക്കെ. അവനെന്തി? അത് ഷോപ്പിൽ പെട്ടെന്നൊരു സ്റ്റോക്ക് വന്നു. അപ്പം അതിൻ്റെ കാര്യത്തിന് പോയതാ. പെട്ടെന്ന് വരും. ആണോ? എന്നിട്ട് അവനൊന്നും പറഞ്ഞില്ലല്ലോ. അത് അമ്മ വാഷ്റൂമിൽ പോയ സമയത്തെ ഒരു കോള് വന്നു. അപ്പോഴാ പോയത്. പെട്ടെന്ന് വരും. സാധാരണ അവൻ എന്നോടെല്ലാം പറഞ്ഞിട്ടാ ചെയ്യാറ്. ഞാൻ അവനെ അങ്ങനെയാണേ വളർത്തിയേക്കുന്നത്. എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ കഴിക്കാനുള്ളത്? ഇവിടെ പാനിപ്പൂരി, ബേൽപൂരി, ദഹിപൂരി, സമൂസ, ദാൽവട, പിന്നെ സേവ്പൂരി. അല്ല, അമ്മ പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ. ശരി, എന്തെങ്കിലും അധികം മസാല ഇല്ലാത്ത എന്തെങ്കിലും പറഞ്ഞു. കഴിക്കാൻ എന്താ വേണ്ട മാം? ചേട്ടാ പാനിപ്പൂരിയും ബേൽപൂരിയും. അല്ല, മോൾക്ക് എന്താ ഇഷ്ടം വെച്ചോ പറഞ്ഞോട്ടാ. എനിക്കിത് ഇഷ്ടാമേ, അമ്മയ്ക്കും ഇത് ഇഷ്ടപ്പെടും. ചേട്ടാ എടുത്തോളൂ. മോളെ പറ്റി അവൻ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആണോ? എന്നാലും നേരിട്ട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുമെന്ന് അവൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് മനഃപൂർവ്വം മാറിയതായിരിക്കും. അല്ലാതെ ഷോപ്പിൽ പോയിട്ട് ഇപ്പോൾ അവൻ പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ? എന്നോട് അങ്ങനെ പറഞ്ഞത്. മോൾക്ക് ഞങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ അറിയാമോ? എന്നോട് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛനെന്ന് പറഞ്ഞൊരാൾ പേരിനുണ്ടെന്നേ ഉള്ളൂ. അവൻ്റെ ഒരു കാര്യത്തിനും അങ്ങേര് വരാറില്ല. അവൻ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി വാങ്ങിക്കുന്നവരെ ഞങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലായിരുന്നു. ഈ ചെറുപ്പം മുതലൊക്കെ ഞാൻ അവനെ ഗാർഡനിങ്ങിൽ കൂടെ നിർത്തുമായിരുന്നു. അവനും അതൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷെ മോളെ, സ്ഥിരമായിട്ടൊരു വരുമാനം വേണ്ടേ? അതുകൊണ്ട് അവൻ ഇഷ്ടമില്ലഞ്ഞിട്ടും ആ കോളേജിൽ ജോലിക്ക് പറഞ്ഞു വിട്ടത്. എന്തോ കഷ്ടകാലത്തിന് ആ ജോലി പോയി. അത് അമ്മേ, ആ ജോലി പോവാൻ കാരണക്കാരി ആരാന്നറിയോ? ആരാ? ഞാനാ. അയ്യോ, മോളാണോ? ആ. അവൻ എന്നോടെല്ലാം പറയുന്നത് ഞാൻ വെറുതെ ഭംഗിവാക്ക് പറഞ്ഞൊന്നുമല്ല. അവൻ എന്നോടെല്ലാം പറയും, ആ ലക്ഷ്മിയാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ലക്ഷ്മി എന്നും, ലക്ഷ്മി തറവാട് സ്വത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെന്നും ഒക്കെ. പിന്നെ അവൻ ഒരു കാര്യം കൂടി എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? അതോ, എൻ്റെ മുന്നിൽ ഇപ്പം ഇരിക്കുന്ന ലക്ഷ്മിയല്ല ശരിക്കുള്ള ലക്ഷ്മിയെന്നും, ഇത് എന്നെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി വെറുതെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ അവൻ എന്നോട് പറഞ്ഞു. എല്ലാം പറഞ്ഞല്ലേ അമ്മ. ഞാൻ ഈ മസിലൊന്ന് വിട്ടോട്ടെ? അതായിരിക്കും നല്ലത്. ഓ എന്റെ അമ്മേ, ഞാനും മസിൽ പിടിച്ച് ഒത്തിരി വയ്യാണ്ടായി. എന്നാ കൊടുകൈ സമാധാനായി. അല്ല, അമ്മ എന്താ പ്രീതി ചേച്ചിയുടെ കഫേന്നൊന്നും കഴിക്കാണ്ടിരുന്നേ? മോളെ, ഞാൻ അങ്ങനത്തെ കടയിൽ നിന്നൊന്നും സാധാരണ ഒന്നും കഴിച്ചിട്ടില്ല.
എനിക്കെന്തോ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ഭയങ്കര ടെൻഷനാവുന്ന പോലെ തോന്നും. ആണോ? അമ്മ അമ്മ എന്നെ ഇഷ്ടായോന്ന്? അതൊക്കെ പിന്നെ പറയാം. ഇതൊരു പ്ലേറ്റ് കൂടെ കിട്ടുമോ? അപ്പൊ നല്ല വിശപ്പുണ്ടല്ലേ ചേട്ടാ? ഒരു 2 പ്ലേറ്റ് പാനിപൂരി കൂടെ. പണിയില്ലാ നീ? എന്താടാ റിപ്പോർട്ട്? ആ ചേട്ടാ കഴിഞ്ഞില്ലേ? ആ ചേട്ടാ ഇപ്പൊ കഴിയും. എന്നാ ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കാം, എനിക്ക് ഉറക്കം വരുന്നു. ചേട്ടൻ കിടന്നു, ഞാൻ എന്തായാലും തീർത്തിട്ടുണ്ടാവുള്ളൂ. വന്ന് കിടന്നാ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ പണിയാവേ. അല്ല ചേട്ടൻ കിടന്നു, ഇത് കഴിഞ്ഞിട്ട് കിടക്കുന്നുള്ളൂ. അതുപോലെ ഉറക്കം വരാറായിട്ടില്ല. പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ? അപ്പോൾ ഓക്കേടാ, ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. ഇവിടുത്തെ ഇന്ത്യകളെ നീയൊക്കെ ഉറങ്ങിയാടാ. ഞാനിവിടെ ചെറിയൊരു പണിയിലാണ്, കുറച്ചുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കിടക്കും. നല്ല ക്ഷീണാടാ. നിങ്ങൾ എന്തായാലും ഓൺലൈൻ വരുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കും. ഓക്കെ, ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ റിപ്ലൈ ചെയ്യാം. ഭഗവാനെ, വെറുതെ ഉറങ്ങാൻ പറഞ്ഞു. ഉറങ്ങാൻ പറ്റില്ല.